ഒറ്റപ്പാലം ചെറുപ്പളശ്ശേരി റോഡിനെ കുറിച്ച് കൂടുതൽ വിശേഷണങ്ങളൊന്നും ആവശ്യമില്ല. കാരണം ആ റോഡിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ വാർത്തകൾ ചെയ്തത് നമ്മൾ തന്നെയാണ്. ആ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ആ റോഡിൻ്റെ അത്രയും അധികം ഗംഭീരമായിട്ടുള്ള ആ റോഡിൻ്റെ ഒരവസ്ഥ കാരണം ഇന്ന് അതിൽ പോകുന്ന ബസ്സുകൾ വലിയ ഒരു സമരത്തിലേക്ക് കടക്കുകയാണ്. ബസ്സുകൾ മാത്രമല്ല, ശരിക്കും വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളും വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് ബസ്സുകാരാണ്. എൻ്റെ കൂടെയുള്ളത് ബസ് ഉടമകളുടെ സംയുക്ത സമിതിയിലെ അംഗങ്ങൾ നമ്മുടെ കൂടെയുണ്ട്. നമുക്കറിയാം, ഒരുപാട് കാലങ്ങളായി കിടക്കുന്ന റോഡാണ്. നിരവധി തവണ അത് ഇപ്പം ശരിയാക്കും എന്ന് പറഞ്ഞ് നീണ്ടു പോകുന്ന റോഡാണ്. ഇപ്പോഴും ശരിയാക്കാതെ കിടക്കുന്നു. ബസ്സുകൾ എങ്ങനെ ഓടണം ആദ്യം ആ റോഡിലൂടെ? ബസ്സുകളിപ്പോൾ 2 വർഷത്തോളമായിട്ട് ആ റോഡ് ഒരു ലെവലിലും പരിഹാരമില്ലാത്ത രീതിയിലാണ്. നമ്മൾ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഇതിലും പരാതിയായിട്ടും അല്ലാത്ത രീതിയിലെല്ലാം ബന്ധപ്പെട്ടു. അപ്പോൾ 2 ദിവസം കൊണ്ട് ശരിയാക്കി, 10 ദിവസം കൊണ്ട് ശരിയാക്കി തരാറുണ്ട്. തൽക്കാലം അങ്ങനെ പോയി ഇപ്പോൾ 2 വർഷത്തോളമായി. ഇപ്പോൾ നിലവിലെന്താ വെച്ച് കഴിഞ്ഞാൽ ബസ്സിൻ്റെ ചേസുകൾ വരെ മുറിയുന്നൊരവസ്ഥ വന്നു. ചേസുകൾ, ജോയിൻറ്റ്, ടയർ, ഫുട്ബോർഡ്, ബോഡി എന്ന് പറഞ്ഞിട്ട് സർവീസ് നടത്താൻ പറ്റാത്ത രീതിയിലൊരവസ്ഥ വന്നപ്പോഴാണ് ഞങ്ങൾ ഇങ്ങനത്തെ ഒരു കാര്യത്തെക്കുറിച്ച് മുന്നേ ആലോചിച്ചിരുന്നു. അപ്പോഴും ഈ ബന്ധപ്പെട്ട ആൾക്കാർ 10 ദിവസം കൊണ്ട് ക്ലിയർ ആക്കി തരാമെന്നുള്ളൊരു അടിസ്ഥാനത്തിലാണ് അങ്ങനെ പോയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഒരു നിലക്കും അതിനെ വണ്ടികൾക്ക് സർവീസ് നടത്താൻ പറ്റില്ല എന്നൊരവസ്ഥ വന്നു. ജീവനക്കാർ വരെ അവിടെ തൊഴിലെടുക്കാൻ കഴിയാത്തൊരവസ്ഥ വന്നു. അപ്പോൾ അത് കാരണം 20-ാം തീയതി തിങ്കളാഴ്ച സൂചനാ പണിമുടക്കും. അത് കഴിഞ്ഞ് 27-ാം തീയതി മാറ്റങ്ങളൊന്നുമില്ലെങ്കിൽ തുടർച്ചയായിട്ട് ആ റൂട്ടിൽ സർവീസ് നിർത്തിവെക്കാനാണ്. തിങ്കളാഴ്ച പൂർണ്ണമായിട്ടും ബസ്സുകൾ ഓടില്ല? പൂർണ്ണമായിട്ടും ഒറ്റപ്പാലം റൂട്ടിൽ ബസ്സുകൾ ഓടില്ല. ഒറ്റപ്പാലം ചെറുപ്പളശ്ശേരി റൂട്ടിൽ ബസ്സുകൾ ഓടില്ല. സംയുക്തമായെടുത്ത തീരുമാനമാണ്. അപ്പോൾ എന്തായാലും നമുക്കറിയാം, ആ റോഡിനെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 2 വർഷം എന്ന് പറയുന്ന 2 വർഷത്തോളം ഈ ഒരു റോഡിലൂടെയാണ് ഈ വാഹനങ്ങൾ ഓടിയിരുന്നത്. ഏറ്റവും കൂടുതൽ പഴി കേൾക്കുന്നത് ആളുകൾ ആ ബസ്സിലിരിക്കുമ്പോഴായിരിക്കും അല്ലേ? നിങ്ങളോടൊക്കെ അനുഭവങ്ങൾ ഉണ്ടായിരിക്കും. വർഷക്കാലത്ത് മഴ പെയ്ത് കഴിഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടാണ്. നമ്മളെ കൂട്ടുകാരൻ്റെ ഒരു വണ്ടിയുടെ പുതിയ ടയർ മിനിഞ്ഞാന്ന് പൊട്ടി. പുതിയ ടയർ പൊട്ടി. അത് നേരെ ഒരു ഓട്ടോറിക്ഷയ്ക്ക് തട്ടി. ആ ഓട്ടോറിക്ഷയിൽ നിറച്ച് സ്കൂൾ കുട്ടികളുണ്ടാവും. അതെന്തായാലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇത് ഇവിടെ കൊണ്ടൊന്നും അവസാനിക്കില്ല. അതാണ് ഇത്തിരി പെട്ടെന്ന് ഇങ്ങനത്തെ ഒരു തീരുമാനത്തിലേക്ക് ഞങ്ങൾ എടുത്തു ചാടിയത്. അവർ വന്നിട്ട് കുറച്ച് പൊടിയിടും, അതിൻ്റെ മുകളിൽ കുറച്ച് നേരം ഓടും, അപ്പോഴേക്കും മഴ പെയ്യും, അത് വീണ്ടും ചാലാവും. ഇപ്പം എണ്ണ കഴിയാണ്ട് ഒതുക്കാത്ത അത്ര കുഴികളാണ് അവിടെ. ടാർ ചെയ്യാണ്ട് ഒരു വഴിയില്ല. നമ്മളത്രയും കണ്ടീഷൻ മോശമായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പണിക്കാരെ കിട്ടാല്ല സത്യമാണ്. അതിലുപരി വണ്ടികളുടെ തകർച്ച, പുതിയ വണ്ടികളെല്ലാം നാശമായി. അതിൽ ഓടുന്ന വണ്ടികൾ മൊത്തം അത്രയും ബുദ്ധിമുട്ടുകൊണ്ടാണ് ഇപ്പോൾ ഈ നിലപാടെടുത്തിരിക്കുന്നത്. ഈ സൂചനാ പണിമുടക്ക് കൊണ്ട് പരിഹരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? പരിഹരിക്കപ്പെടും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. സൂചനാ പണിമുടക്ക് കൊണ്ട് പരിഹാരം കണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ അടുത്ത ഭാഗങ്ങൾക്ക് നീങ്ങും. തിങ്കളാഴ്ച പണിമുടക്ക് തീരുമാനിച്ചില്ല. അതിൽ വലിയ മാറ്റങ്ങളൊന്നുമില്ല. അപ്പോൾ എന്തായാലും തിങ്കളാഴ്ച ഒറ്റപ്പാലം ചെറുപ്പളശ്ശേരി റൂട്ടിൽ വരുന്ന യാത്രക്കാരുടെ പ്രത്യേക ശ്രദ്ധ കൂടി പറയുകയാണ്, അന്ന് ബസ്സുകൾ ഓടില്ല. കാരണം ഇത് വെറും ഒരു സൂചനാ പണിമുടക്ക് മാത്രമെന്നാണ് ഇവിടെ ബസ്സിൻ്റെ നമ്മുടെ സംയുക്ത സമരസമിതി ഇല്ലെങ്കിൽ ബസ്സുകളുടെ ഉടമകൾ നമ്മളോട് പറയുന്നത്. അപ്പോൾ എന്തായാലും സൂചനാ പണിമുടക്ക് മാത്രമാണ്. ഈ സൂചനാ പണിമുടക്ക് കണ്ടിട്ടെങ്കിലും ഇതിനൊരു പരിഹാരമില്ലെങ്കിൽ തീർച്ചയായിട്ടും സൂചനാ പണിക്ക് കൊണ്ടൊരു ഗുണം ഉണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ തീരുമാനിച്ചിട്ട് മുന്നോട്ട് പോകും. എന്തായാലും ഒറ്റപ്പാലം ചെറുപ്പളശ്ശേരി റോഡിൻ്റെ ശോചനാവസ്ഥയിൽ തിങ്കളാഴ്ച സൂചനാ പണിമുടക്ക് ബസ് ഉടമകളും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ആ സമരം കണ്ടെങ്കിൽ അധികാരികളുടെ കണ്ണു തുറക്കണം. ഒരു സൂചന പണിമുടക്ക് കണ്ട ശേഷമെങ്കിലും തുടർന്ന് റോഡിൻ്റെ പുരോഗതിയിലേക്ക്, പണികളിലേക്ക് കടക്കണമെന്ന് തന്നെയാണ് ഇവരുടെ ആവശ്യമെന്ന് പറയുന്നത്. For the first time in Kerala, One News is the only channel that brings regional news to people from a virtual platform. വെഡിംഗ് സ്റ്റൈലിംഗ് എനിക്ക് പാഷനും പ്രൊഫഷനുമാണ്. സ്വന്തം ഫ്രണ്ട്സിന്റെ വിവാഹമാകുമ്പോൾ അതെനിക്ക് പേഴ്സണലും. ഷാഹിനയ്ക്ക് ആന്റിക് നെക്ലസ് സെറ്റ്, കീർത്തിക്ക് ട്രഡീഷണൽ നഗാസ് കളക്ഷൻ, സാരയ്ക്കായി സിമ്പിൾ ആൻഡ് ക്ലാസി ഡയമണ്ട് സെറ്റ്. ഓരോ വധുവിലും ഓരോ സ്വപ്നമുണ്ട്. അതാണ് ഞാൻ സ്കൈ ഗോൾഡിൽ കാണുന്നത്. സ്കൈ ഗോൾഡ്, എലഗൻസ് ഓഫ് ബ്യൂട്ടി.